മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും തിരുവോണാശംസകൾ. ഇന്ന് ലോക മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു. ചിങ്ങമാസം 10-ാം തീയതി, അതായത് 2026 ആഗസ്റ്റ് മാസം 26-ാം തീയതി ബുധവാരം, സൗമ്യവാരം, ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ച തിരുവോണ നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണമാണ് മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്രകാരം തന്നെ മേടമാസത്തിലെ വിഷുവും, മേടം 1-ാം തീയതിയാണ് വിഷു, അതിനൊരു മാറ്റമില്ല. പക്ഷെ തിരുവോണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ദിനങ്ങൾക്കനുസരിച്ച് തിരുവോണം മാറും. ധാരാളം പ്രാധാന്യമുള്ള മാസമാണ് ചിങ്ങമാസം. ഇനിയിപ്പോൾ ചതയം വരുന്നു, ശ്രീനാരായണ ഗുരുദേവൻ്റെ ചതയ ദിന ആഘോഷങ്ങൾ വരുന്നു, അഷ്ടമി രോഹിണി വരുന്നുണ്ട്. ചിങ്ങമാസത്തിലെ വിശേഷങ്ങളെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അടുത്തൊരു വീഡിയോയിൽ ഞാൻ നന്നായി സംവേദിക്കുന്നതാണ്. ഏതായാലും ലോക മലയാളികൾ നൊസ്റ്റാൾജിയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഗൃഹാതുരത്വത്തിൻ്റെ ചിന്തകൾ ഉണർത്തുന്ന ചിന്തകൾ എപ്പോഴും വരുന്ന ഓണ വിഷയത്തിലേക്ക് സ്വാഗതം. ഏതായാലും നല്ല ദിനത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ബുധനാഴ്ചയാണ്. ബുധൻ ശുഭ ഗ്രഹമാണ്, ശുഭദിനമാണ് ബുധൻ. നല്ല തിഥിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെളുത്തപക്ഷത്തിലെ പൗർണമിക്ക് തലേന്നാനുള്ള ചതുർദശി തിഥി, വെളുത്തപക്ഷത്തിലെ ചതുർദശി. പക്ഷേ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. സാമ്പത്തിക വിഷയങ്ങൾക്ക് അനുകൂലമല്ല എന്നറിയണം. തിരുവോണം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകയാൽ കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാട്, അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി, സുദർശന ഹോമം, അവിടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാരായണീയം ജപിക്കാം. എല്ലാം ശുഭാരംഭമാകട്ടെ. കാലത്ത് ബുധൻ്റെ കാലഹോരയിൽ തന്നെ തുടങ്ങുക. 6:20 മുതൽ 7 മണിക്കൂറുള്ള ഇടയിലുള്ള സമയത്തിൽ ബുധൻ്റെ കാലഹോരത്തിൽ വായന ആരംഭിക്കുക. വളരെ നല്ലതായിരിക്കും. സൂര്യോദയം 6:19 തൃശ്ശൂരിൽ, അസ്തമയം വൈകിട്ട് 6:35. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തൻ്റെ ബന്ധുജനങ്ങളെ കാണാനും സുഹൃത്തുക്കളെ കാണാനും ചില വ്യാപാര ചിന്തകളൊക്കെ ചിന്തിക്കാനും ഒക്കെ തന്നെ എന്ത് ചെയ്യാം, 9:20 മുതൽ 10 മണി വരെയുള്ള സമയം സ്വീകരിക്കാം. വളരെ അനുകൂലമായ സമയമാണ്. ഒന്നും മുടക്കരുത്. ഒരു പുത്തൻ ദിനത്തിൻ്റെ ആരംഭമാണ്. അത് വളരെ അനുകൂലമായി വരട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു.